എറണാകുളം കാലടി ശ്രീമൂലനഗരം നെലനാട്ടുകാവ് വൈഷ്ണവ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അസം സ്വദേശികളായ സുഗു അലി, റോസ്ബുൾ അലി എന്നിവരാണ് പിടിയിലായത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്. സഹിൻ, എങ്ങനെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, കഴിഞ്ഞ ദിവസം കാലടിയിലെ 4 ക്ഷേത്രങ്ങളിലായിരുന്നു ഒരേ സമയം മോഷണം നടന്നത്. ഇതിൽ തന്നെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് കാലടി ശ്രീമൂലനഗരം നെല്ലനാട്ടുകാവ് വൈഷ്ണവ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. അവിടെ മോഷണം നടത്തിയ 2 പേരെ അസം സ്വദേശികളാണ്. സുഗു അലി, റോസ്ബുൾ അലി എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവർ മോഷണം നടത്തുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലെ 7 ഭണ്ഡാരങ്ങളും ഓഫീസിലെ അലമാരയിലെ ലോക്കറും കുത്തി തുറന്നാണ് ഇവർ മോഷണം നടത്തിയത്. എന്തായാലും താലി, ലോക്കറ്റ് എന്നീ വഴിപാട് സാമഗ്രികളും പണവും ഇവർ മോഷണം നടത്തിയിരുന്നു. ഇതെല്ലാം പ്രതികളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ക്ഷേത്രത്തിലെ ഫ്യൂസ് എല്ലാം ഊരിമാറ്റിയ ശേഷം പ്രതികൾ നടത്തിയ മോഷണം CCTV ക്യാമറയിൽ പ്രതികൾ ദൃശ്യമാവുകയായിരുന്നു. സേതു. യെസ്, ഓക്കെ സഹിൻ, വ്യക്തമാണ്.